6 ലക്ഷം കൊടുത്തിട്ട് ഒരു ചെക്കായി പൊന്നാനി എവിടെയോ ഉള്ള ഒരു ചെക്ക ഇറക്കി കൊണ്ടുപോയതാണ്. ഷാജിദ ഷാജിക്ക് ഇപ്പോൾ അവിഹിതമുണ്ടാക്കി കൊടുത്തത് സ്വന്തം ഉമ്മ തന്നെ. കുറച്ച് ദിവസങ്ങളായി ഷാജിദ ഷാജിയും ഉമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഷാജിദ തൻ്റെ ചാനലിലൂടെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബകാര്യങ്ങൾ യൂട്യൂബിൽ കൊണ്ടുവന്നിട്ട് ഷാജിദ അത് ഈ ഉമ്മാക്കും വലിയ വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഉമ്മ തന്നെയും തൻ്റെ മക്കളെയും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഷാജിദ ഷാജി മുന്നോട്ട് വെച്ച വാദം. ഇപ്പോൾ ഷാജിദ ഷാജിയുടെ ഉമ്മ തന്നെ ഷാജിദ ഷാജിയുടെ ഭർത്താവിൻ്റെ മരണശേഷം സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇതൊക്കെ പറയുമ്പോഴും തൻ്റെ സ്വന്തം മകളെക്കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് ഈ ഉമ്മ കരുതിയില്ല. ഇത്തരം കാര്യം കൊണ്ട് വലിയ പ്രയാസമുണ്ടാകുന്നത് ഷാജിദ ഷാജിക്കോ ഷാജിയുടെ ഉമ്മക്കോ അല്ല, ഷാജിദയുടെ 5 മക്കൾക്കാണ്. അവരുടെ ഭാവി പോലും ആലോചിക്കാതെയാണ് ഈ ഉമ്മയും മകളും സ്വയം കരിവാരിത്തേക്കുന്നത്. അതിനുശേഷം വന്ന ലൈവിൽ ഷാജിദ ഷാജി തൻ്റെ ഉമ്മയെ ഒരിക്കലും വിളിക്കാൻ പറ്റാത്ത തരത്തിൽ വിളിച്ചു. അതിനുള്ള സാഹചര്യമുണ്ടാക്കിയതും ഈ മാതാവ് തന്നെ. ഇവരുടെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആരും തന്നെ ഇവരുടെ നാട്ടിലോ പ്രദേശത്തോ ഇല്ലേ. കാണുന്നവർക്ക് തന്നെ വലിയ പ്രയാസമുണ്ടാക്കുന്നു ഇവരുടെ ഈ പ്രയാസം. ഷാജിദ ഒരിക്കലും ഉമ്മയെ ഇകഴ്ത്തിയുള്ള വീഡിയോ പുറത്തു വിടാൻ പാടില്ലായിരുന്നു. ഈ ഉമ്മയാണെങ്കിലും ഈ മകളെക്കുറിച്ച് ഇത്തരം വാദങ്ങൾ പറഞ്ഞ് വോയിസുകൾ നൽകിയതും തെറ്റായ കാര്യം തന്നെയാണ്. ഇതിന്റെ പിന്നിൽ മുതലെടുക്കുന്നത് മറ്റു ചിലരും. ഈ ചെക്കൻ്റെ കഴിഞ്ഞതിന് ശേഷം ഈ ചെക്ക വിട്ടിട്ട് പോയപ്പോ കാസർഗോഡുള്ള ചെക്കനായിട്ട് കാസർഗോഡുള്ള ചെക്ക ആദ്യമായിട്ടുള്ളതാണ്. എന്റെ മരുമകളുടെ ഇവിടെ ഉള്ളതാണ്. അവരായിട്ട് എന്താണ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ? ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇവളുടെ കഥ എന്താണെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. ഇവിടെ പിന്നാലെ നമ്മൾ പോകണമെന്നില്ലല്ലോ. ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ 5 മക്കളെ എന്റെ അടുത്ത് ഇട്ടിട്ട് ഇവിടെ ഇറങ്ങി പോകും. ഇറങ്ങിപ്പോയി ഇവിടെ 5 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരിക. പോക്ക് എന്ത് പറഞ്ഞിട്ട് പോകും, വീഡിയോ എടുക്കാനാണ് നാളെ പറഞ്ഞിട്ടാ പോവുക. അത് കോഴിക്കോട് പോകും, പിന്നെ കാസർഗോഡ് പോകും, തൃശ്ശൂര് പോകും, മറ്റേ എറണാകുളം പോകും, വയനാട് പോകും. ഇന്ന സ്ഥലമാണൊന്നും ഇല്ല അവർക്ക്. അപ്പൊ ഈ വരുന്നവർക്ക് ഈ 5 മക്കളെ മദ്രസയിൽ വിടല്, സ്കൂളിൽ വിടല്. അതിന് സത്യം 2 മക്കളെ അവിടെ എത്തിക്കാനി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 3 മക്കളെ മദ്രസയിൽ വിടല്, സ്കൂളിൽ വിടല്, അതുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എല്ലാം ഞാനെ. ഇവൾക്ക് അടക്കം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കല് ഞാനായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ എന്ത് കാട്ടി, അങ്ങനെ ഇവിടെ ആസ്പത്രിയിൽ കൊണ്ടുപോയി 4 പ്രാവശ്യം ഞാൻ 3 പ്രാവശ്യം ഞാൻ മെഡിക്കൽ കോളേജിൽ ഇവിടെ കൊണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇവിടെ ഒറ്റ ഭക്ഷണം കുടിച്ചു. പിന്നെ നമ്മുടെ ഈ ബാത്റൂം കഴുകണ ഈ എന്തുകൊണ്ടൊക്കെ അത് കഴിച്ചു. അതിന് ഞാൻ രക്ഷപ്പെടുത്തി. പിന്നീട് ഇവിടുത്തെ കഴുത്തിലൊരു തൈറോയിഡിന്റെ മുഴ വന്നിട്ടുണ്ടായിരുന്നു. അത് മറ്റേ എന്താ പറയുക ജൂബിലിയിൽ കൊണ്ടുപോയി അത് ഓപ്പറേഷൻ കഴിഞ്ഞു. അങ്ങനെ 3-4-5 പരിപാടി ഇവിടെ കഴിച്ചോളാണ്. അത് എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ശരി ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇവളുടെ പോക്ക് നിലയ്ക്കാൻ വേണ്ടി ഞാനിത് കേട്ടി എന്റെ തറവാട്ടിലേക്ക് പോയി 1 മാസം. നമ്മുടെ നോമ്പ് കഴിഞ്ഞില്ലേ, ഈ നോമ്പിന് 1 മാസം ഞാൻ അവിടെ പോയിരുന്നു. അപ്പൊ അതുവരെയ്ക്ക് ഇവളുടെ ഡ്രസ്സുകൾ തിരുമ്പല്, കുട്ടികളെ നോക്കല്, എല്ലാ പരിപാടി ഞാനാണ്. ഇവിടെ ഒന്നിനും വരില്ല. ഇവിടെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്നും ഇടലും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ പറയും എന്റെ എടുക്കരുത്, എന്റെ എടുക്കണ്ട. എനിക്ക് ഇവിടെ മാത്രമല്ല, എനിക്ക് ഇനി 2 മക്കളുണ്ട് വേറെ.